കർത്താവിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മയുടെ പിറവി തിരുനാളിനൊരുക്കമായുള്ള 8 നോയമ്പ് തിരുനാളുകളിലൂടെ കടന്നു പോകുന്ന ഈ ദിനത്തിൽ അതിൻ്റെ 2ാമത്തെ ദിവസമായി ഇന്ന് പ്രാർത്ഥനാപൂർവ്വം പരിശുദ്ധ അമ്മയ്ക്ക് നമ്മുടെ കുടുംബങ്ങളെ കാഴ്ചവെക്കാം. ഈ സമയത്ത് എല്ലാവരും പ്രയറിലായിരിക്കണം. മറ്റ് പല വിചാരങ്ങളെന്നോ മറ്റ് കാര്യങ്ങളിലേക്കൊന്നും പോകാതെ ഏകാഗ്രതയോടെ ഈ മണിക്കൂറിൽ ഈ വചനം കേട്ട് പ്രാർത്ഥിക്കണം. നടത്തുന്ന പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിലൂടെയുള്ള വലിയൊരു ഡെലിവറൻസിൻ്റെ പ്രയറാണ് ഈ ദിവസങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക. നമ്മുടെ ലോകമെമ്പാടുമുള്ള കുടുംബങ്ങളെ തിന്മയുടെ ശക്തികൾ വല്ലാതെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന, നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പരിശുദ്ധ അമ്മയുടെ വലിയ മധ്യസ്ഥത്തിലൂടെ നമ്മുടെ കർത്താവിൻ്റെ ശക്തി നമ്മുടെ കുടുംബങ്ങൾ വെളിപ്പെടാൻ വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. കാര്യങ്ങൾ തുറന്നു പിടിച്ച് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഉള്ളിലേക്ക്, ഹൃദയത്തിലേക്ക് ഈശോ കൂട്ടിക്കൊണ്ടുവന്നുകൊണ്ട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ നിന്നുകൊണ്ട്, അമ്മേ മാതാവേ, എൻ്റെ കുടുംബത്തിന്, എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിന് സങ്കടങ്ങളും വേദനകളും ദുഃഖങ്ങളും ഞാൻ പ്രതിഷ്ഠിക്കുന്നു എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കാം. കനിവിൻ്റെ നിറവാർന്നൊരമ്മേ, നിനക്കേകുന്നു സ്നേഹ പ്രണാമം. കനിവിൻ്റെ നിറവാർന്നൊരമ്മേ, നിനക്കേകുന്നു സ്നേഹ പ്രണാമം. കാരുണ്യക്കടലാകു അമ്മേ, നിനക്കായിരം സ്തോത്രഗീതം. കാരുണ്യക്കടലാകു അമ്മേ, നിനക്കായിരം സ്തോത്രഗീതം. കനിവിൻ്റെ നിറവാർന്നൊരമ്മേ, നിനക്കേകുന്നു സ്നേഹ പ്രണാമം. പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ ദൈവസ്നേഹം നിറയാൻ പ്രാർത്ഥിക്കണേ. പരിശുദ്ധ അമ്മേ, യുവാക്കളും യുവതികളെല്ലാം പരിശുദ്ധാത്മാവിൽ നിറയാൻ പ്രാർത്ഥിക്കണേ. പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ കുടുംബത്തിലുള്ള അശുദ്ധികൾ എല്ലാം ദൂരെ പോകാമെന്ന് പ്രാർത്ഥിക്കണമേ. അലിവിൻ്റെ അലയാഴിയാകും വിമലാംബികേ നിൻ ഹൃദയം. അലിവിൻ്റെ അലയാഴിയാകും വിമലാംബികേ നിൻ ഹൃദയം. അഗതികളാം മക്കൾക്കെന്നും ആ തിരുസന്നിധി അഭയം. അഗതികളാം മക്കൾക്കെന്നും ആ തിരുസന്നിധി അഭയം. കനിവിൻ്റെ നിറവാർന്നൊരമ്മേ, നിനക്കേകുന്നു സ്നേഹ പ്രണാമം. കാരുണ്യ കടലാകു അമ്മേ, നിനക്കായിരം സ്തോത്രഗീതം. സ്തുതിക്കുന്നു, ആരാധന, ഹല്ലേലൂയ, 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 സ്തുതിക്കുന്നു, ഹല്ലേലൂയ. കൃപ വർഷിക്കണമേ. ഹല്ലേലൂയ, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ
സ്ത്രീകളും അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈശോ മിശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ എല്ലാവരും യോഗ്യരായി തീരുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആമേൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വലിയ സന്തോഷത്തോടെ, വലിയ സ്നേഹത്തോടെ എട്ടുനോയമ്പിൻ്റെ രണ്ടാമത്തെ ദിവസത്തിലേക്ക് പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളുടെ മേലും കുടുംബങ്ങളുടെ മേലും പരിശുദ്ധ അമ്മയുടെ വലിയ മധ്യസ്ഥമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ നീല മേലങ്കിയിലൂടെയുള്ള വലിയൊരു പ്രൊട്ടക്ഷൻ എല്ലാ കുടുംബങ്ങൾക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുപിതാവും പരിശുദ്ധ അമ്മയും ഉണ്ണിമിശിഹായെ ഹെറോദേസിൻ്റെ കൈകളിൽ നിന്ന് രക്ഷിച്ചു കൊണ്ടുപോയതുപോലെ ഈ കാലഘട്ടത്തിലെ ഹെറോദോസുമാരുടെ, നമ്മുടെ കുഞ്ഞുങ്ങളെ, നമ്മുടെ കുടുംബങ്ങളെ നശിപ്പിക്കുന്ന ഹെറോദോസുമാരുടെ, പലതരത്തിലുള്ള വിധത്തിൽ നമ്മളെ തകർക്കാൻ വരുന്ന പൈശാചിക ശക്തികളിൽ നിന്ന് നമ്മെ രക്ഷിച്ചു കൊണ്ടുപോകാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കാം, യേശുപിതാവിനോട് പ്രാർത്ഥിക്കാം. നമുക്ക് പ്രത്യേകമായിട്ട് ഈ ദിവസം ആ വലിയ സംരക്ഷണം നമ്മുടെ കുടുംബങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് അച്ഛന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഈ രണ്ടാമത്തെ ദിനത്തിൽ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയാനായിട്ട് എനിക്ക് നൽകിയ വചനം വളരെ പവർഫുള്ളായൊരു വചനമാണ്. ശ്രദ്ധയോടെ കേൾക്കണം. വിടുതലിൻ്റെ ശുശ്രൂഷയാണ് നടത്തപ്പെടുന്നത്. ബന്ധനങ്ങൾ അടിയണം. ബന്ധനങ്ങൾ എന്നൊരു വലിയൊരു മേഖലയുണ്ട്, ഓർത്തോണം. അതായത് ലുക്ക 4:18 കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കുവാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു, ബന്ധിതർക്ക് മോചനം, അന്ധർക്ക് കാഴ്ച, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം, കർത്താവിന് സ്വീകാര്യമായ വത്സരം ഇത് പ്രഘോഷിക്കുവാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു. ഈശോയുടെ വരവിൻ്റെ ലക്ഷ്യം തന്നെ, ഈശോയുടെ ആത്മാവിൻ്റെ ലക്ഷ്യം തന്നെ വിടുതലാണ്, ബന്ധനം ഒഴിയണം. അതായത് ലോകത്തിൽ നടക്കുന്നൊരു സ്ലേവറി ഉണ്ട്, അടിമത്തമുണ്ട്. ഒരുപാട് കുടുംബങ്ങളിൽ, ജീവിതങ്ങളിൽ അടിമകളാണ്, അടിമത്തമുണ്ട്, പലതരം അടിമകളാണ്. ശരിക്കും നമ്മൾ അടിമകളായിരിക്കേണ്ടവരല്ല, നമ്മൾ സ്വതന്ത്രരായിരിക്കേണ്ടവരാണ്. കാരണം ദൈവത്തിൻ്റെ മക്കളാണ് നമ്മൾ. ദൈവമക്കൾക്ക് അടുത്തൊരു സ്വാതന്ത്ര്യം, ഫ്രീഡം, അത് നമുക്ക് കിട്ടേണ്ടതാണ്. അത് കിട്ടണമെങ്കിൽ നമ്മൾക്ക് പരിശുദ്ധാത്മാവ് നമ്മളിൽ നിറയണം, നിറഞ്ഞ് പ്രവർത്തിക്കണം. നമുക്കറിയാം റോമലേഖനം 8:14-15 ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ മക്കളാണ്. അപ്പോൾ ഒരാൾ ദൈവത്തിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടണം. ആ നയിക്കപ്പെടുമ്പോഴാണ് ആ വ്യക്തി ദൈവമകനും ദൈവമകളുമായിട്ട് മാറുന്നത്. റോമലേഖനത്തിൻ്റെ 8-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവ് പറയുകയാണ് 15-ാമത്തെ പദത്തിൽ, നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിൻ്റെ ആത്മാവിനെ അല്ല. അതായത് പൈശാചിക അരൂപി, ലോകാരൂപി ഒരുവനെ ഭയത്തിലേക്കും അടിമത്തത്തിലേക്കും നയിക്കും. ഭയം, അടിമത്തം, നിരാശ, മരണം ഇതിലേക്ക് കൊണ്ടുപോകുന്ന ലോകാരൂപിയാണ്. ലോകാരൂപി നിറയുമ്പോൾ ഭയമാണ്. പണമുണ്ടാകണം, അത് ലോകാരൂപിയുള്ളവരുടെ പ്രത്യേകത. പണം, സ്ഥാനമാനം, നേട്ടങ്ങൾ ലോകത്തിൻ്റെ. പക്ഷേ അത് ഭയം വിതയ്ക്കുന്നതുകൊണ്ട് ലോകത്തിൻ്റെ നേട്ടങ്ങളെല്ലാം പിന്നീട് ഭയമുണ്ട്, ഭയത്തിൻ്റെ മേഖല ഉണ്ട്. അത് ഭയപ്പെടുത്തിയാണ് പലതും നേടുന്നത്, അല്ല ഭയപ്പെട്ടാണ് പലതും നേടുന്നത്. ഇവിടെ പറയുകയാണ്, നിങ്ങൾ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിൻ്റെ ആത്മാവിനെ അല്ല. കാരണം ഈശോയിലേക്ക് വരുന്നവർക്ക് ഭയത്തിൻ്റെ ആവശ്യമില്ല. പരിശുദ്ധാത്മാവിൽ നിറയുന്നൊരു വ്യക്തിക്ക് ഭയത്തിൻ്റെ ആവശ്യമില്ല. നമുക്കറിയാം പരിശുദ്ധ അമ്മയുടെ ഉദരത്തിൽ ഈശോ ജനിച്ചു കഴിഞ്ഞപ്പോൾ, വചനം മാംസം ധരിച്ച് കഴിയുമ്പോൾ അമ്മ ചൊല്ലുന്ന പ്രാർത്ഥന എന്താ നോക്കുകയെ. അമ്മ ഫ്രീഡം അനുഭവിച്ചു, സ്വതന്ത്രയാണ്. അവൾ സ്വതന്ത്രയാണ്. ദൈവത്തിന് അടിമ വെച്ച് കഴിഞ്ഞപ്പോൾ അവൾ സ്വതന്ത്രയായി തീരുക. ശരിക്കും ഒരു അമ്മ പറയുന്നുണ്ട്, ലുക്ക 1:38 നമുക്ക്, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിൽ ആവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ അമ്മ തൻ്റെ ശരീരവും തൻ്റെ ജീവിതവും തൻ്റെ മുഴുവൻ ചിന്തകളും തൻ്റെ മുഴുവൻ അറിവുകളും മുഴുവൻ ദൈവത്തിന്, ദൈവപിതാവിന്, ദൈവവചനത്തിന് അടിമ വെച്ച് കഴിയുമ്പോൾ ആ നിമിഷം അവൾ കിട്ടുന്നത് സ്വാതന്ത്ര്യമാണ്. ഷി ഫീൽസ് എ കൈൻഡ് ഓഫ് ഫ്രീഡം. ഷി ഗോട്ട് ഫ്രീഡം. അവൾക്ക് ഫ്രീഡം കിട്ടി, സ്വാതന്ത്ര്യമായി. അതുകൊണ്ടാണ് അവൾ അടുത്ത നിമിഷം പറയുന്നൊരു വാക്കെന്താണ് അവൾ ചെയ്യുന്നതെന്ന് ഉടനെ പറയുന്നുണ്ട്. ഈ പരിശുദ്ധ അമ്മ ലൂക്കാസുവിശേഷത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 39 മുതലുള്ള വചനം,
പറയാണ്. വചനം ഇങ്ങനെ തുടങ്ങുന്നുണ്ട്. ആ ദിവസങ്ങളിൽ മറിയം യൂദയായിലെ മലമ്പ്രദേശത്തുള്ള പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ യാത്ര പോയിട്ട് ഒരു മലമ്പ്രദേശത്തുള്ള ഒരു ഭവനത്തിലേക്ക് തിടുക്കത്തിൽ അവൾ പെട്ടെന്ന് മേരി ഇൻ ഹേസ്റ്റ് തിടുക്കത്തിൽ വേഗത്തിൽ ഫ്രീഡം ഉള്ളവർക്ക് തിടുക്കത്തിൽ പോകാൻ പറ്റും. ഒരു കാര്യം വേഗത്തിൽ ചെയ്യാൻ പറ്റും. ഫ്രീഡം ഇല്ലാത്തവന് പതുക്കെ ഒരു കാര്യം ചെയ്യാൻ മൂവ് ചെയ്യാൻ പറ്റുന്നില്ല. പല കുടുംബങ്ങളിലും പല കാര്യങ്ങളും നടക്കുന്നില്ല. നടപ്പിലാകാത്തതിൻ്റെ കാരണം ഫ്രീഡം ഇല്ലാത്തതുകൊണ്ട് ഒന്നും നടക്കില്ല. എല്ലാം ഒന്ന് കുറച്ച് നേരം ഉറങ്ങും, ഒന്ന് കുറച്ച് നേരം കിടക്കും. ചില യുവതികളുണ്ട് ഉറക്കത്തോട് ഉറക്കം. രാത്രി 11 മണി, 2 മണി, 3 മണി, 4 മണി വരെ കിടന്ന് ഇങ്ങനെ ടെലിവിഷൻ കാണുന്നു, അല്ലെങ്കിൽ വീഡിയോസ് പോകുന്നു, ചില ചാറ്റിങ് നടത്തുന്നു, അതെല്ലാം നടത്തുന്നു. അതിനകത്ത് കണ്ട് പിന്നെ അവൻ ഉറങ്ങുന്നത് ഒരു 4 മണി, 2:30, 3, 4, 4 ആകുമ്പോൾ ഉറങ്ങുന്നു. എഴുന്നേൽക്കുന്നത് അവന് തന്നെ അറിയത്തില്ല എപ്പോഴാണ് എഴുന്നേൽക്കുന്നതെന്ന്. ചിലപ്പോൾ 10 മണി, ചിലപ്പോൾ 12 മണി, 1 മണിക്കൊക്കെ എഴുന്നേൽക്കുന്നു. അപ്പോഴത്തേക്കും ജീവിതത്തിൻ്റെ മുഴുവൻ ക്രമവും തെറ്റുകയാണ്. അതാണ് ലോകാരൂപി. ലോകത്തെ സ്നേഹിക്കുന്നവന് എപ്പോഴും അവൻ്റെ ജീവിതക്രമം തെറ്റും. ജീവിതക്രമം തെറ്റിപ്പോൾ അവൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ ക്രമം, അഭിഷേകത്തിൻ്റെ ക്രമമൊക്കെ അങ്ങ് ജീവിതം തെറ്റിപ്പോഴാണ്. പ്രാർത്ഥനയോ കുമ്പസാരോ പള്ളിപ്പോക്കൊന്നുമില്ല. ഇന്നെന്തുകൊണ്ട് പലരും ഇപ്പോൾ ഈ കോവിഡ് കാലം കഴിയുമ്പോഴും പള്ളിയിലോട്ട് ആളുകൾ ചിലർ പോകുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ എന്താണ് അവൻ്റെ ജീവിതക്രമം തെറ്റുകയാണ്. വചനം പറയുന്നുണ്ട് 1 കൊരിന്ത്യർ 15:33 വചനം, നിങ്ങൾ വഞ്ചിതരാകരുത്, അധമമായ സംസർഗം സദാചാരങ്ങളെ ദൂഷിപ്പിക്കുന്നുണ്ടോ. അധമമായ സംസർഗം വേശ്യകളുമായിട്ട്, മദ്യപാനികളുമായിട്ട്, യുക്തിവാദികളുമായിട്ട്, മ്ലേച്ഛ കൂട്ടുകെട്ടുകളുമായിട്ടുള്ള അധമമായ സംസർഗം സദാചാരങ്ങളെ ദൂഷിപ്പിക്കും. ചില ആളുകൾ ഫ്രണ്ട്സിൻ്റെ അടിമകളാണ്, കൂട്ടുകെട്ടിൻ്റെ അടിമകളാണ്, ചില ഇൻ്റർനെറ്റിന് അടിമകളാണ്, ബന്ധനാത് പിശാചിൻ്റെ ബാധയുണ്ടും തകർന്ന് കുടുംബം തീർന്നു പോകും. ഇതൊക്കെ പിന്നീട് കാണാൻ പറ്റും കുടുംബ തകർച്ച, സമാധാനം നഷ്ടപ്പെടും. പലപ്പോഴും ഞങ്ങളുടെ പൈശാചിക ബന്ധനമുള്ള ആളുകൾക്കെല്ലാം ഗ്രാജുവലായിട്ടുണ്ടാകുന്നത് സൈക്കോളജിക്കൽ പ്രോബ്ലംസാണ്. ഉറക്കമില്ലായ്മ, ആങ്സൈറ്റി, ഫിയർ, ഭയങ്കര വയലൻസ്, ഇതൊക്കെ വരുന്നത് കാണാൻ പറ്റും. മദ്യപാനമൊക്കെ വരുന്നതാണ് അധമമായ സംസർഗം. ഷാപ്പിലൊക്കെ പോയി ഇരിക്കുമ്പോൾ, മദ്യം വയ്ക്കുമ്പോൾ ആ കൂട്ടുകെട്ടിൽ പാടി അല്ല നല്ല ചിരിയും കളിയും വിളച്ച വർത്തമാനം ഒക്കെ പറഞ്ഞു കഴിയുമ്പോൾ സുഖം. പക്ഷേ അധമമായ സംസർഗം സദാചാരങ്ങൾ ദൂഷിപ്പിക്കും. ചില ഫോൺ കോളുകൾ, ചില ഫ്രണ്ട്ഷിപ്പുകൾ, വളരെ രഹസ്യമായിട്ട് സൂക്ഷിക്കത്തില്ല മൊബൈൽ ഫോണുകൾ, വാട്സപ്പ് കോളുകൾ, വീഡിയോ കോളുകൾ, അധമമായ സംസർഗം സദാചാരങ്ങളെ ദൂഷിപ്പിക്കും, ജീവിതം തന്നെ നശിപ്പിച്ചു കളയും. എന്നിട്ട് വചനം പറയാണ് ഈ അധമമായ സംസർഗം ഉണ്ടാകുന്നതിൻ്റെ കാരണം. അവിടെ വചനം 1 കൊരിന്ത്യർ 15:33-34 വചനം പറയും, നിങ്ങൾ വഞ്ചിതരാകരുത്, അധമമായ സംസർഗം സദാചാരങ്ങളെ ദൂഷിപ്പിക്കും. നിങ്ങൾ നീതിപൂർവ്വം സമചിത്തത പാലിക്കുകയും പാപം വർജിക്കുകയും ചെയ്യുകയും. ചിലർക്ക് ദൈവത്തെപ്പറ്റി ഒരറിവുമില്ല, നിങ്ങളെ ലജ്ജിപ്പിക്കാനാണ് ഞാനിത് പറയുന്നത്. ചിലർക്ക് ദൈവത്തെപ്പറ്റി ഒരറിവുമില്ല, ദൈവം ആരാണെന്ന് അവരറിയത്തില്ല. അതുകൊണ്ടാണ് ചില പ്രത്യേകതരം കാഴ്ചപ്പാടുകളായിട്ട് നീങ്ങുന്നത്. പ്രത്യയ ശാസ്ത്രങ്ങൾ, യുക്തിവാദങ്ങൾ, സഭാവിരുദ്ധ സംഭവങ്ങൾ, മ്ലേച്ഛ കൂട്ടുകെട്ടുകൾ, ജഡിക പാപങ്ങളെ താലോലിക്കുന്ന സംഭവങ്ങൾ, കുടുംബത്തിൽ അസൂയ, കുറ്റം പറച്ചിൽ, പരദൂഷണം, മറ്റുള്ളവർക്ക് ദ്രോഹം ചെയ്യുക, ഇതെല്ലാം വരുന്ന അധമമായ സംസർഗത്തിലൂടെയാണ്. അതാണ് ചിലവർ നിന്റെ കൂട്ടുകാരനാണ് ആരെന്ന് നീ പറയുകയാണെങ്കിൽ നീ ഭാവിയിൽ ആരായിത്തീരുമെന്ന് ഞാൻ പറയാം എന്ന് പറയാറുണ്ട്. നിന്റെ ഫ്രണ്ട് ആരാണെന്ന് പറയുകയാണെങ്കിൽ നീ ഭാവിയിൽ ആരായിത്തീരുമെന്ന് ഞാൻ പറയാം. ചില വിശുദ്ധരുടെ ചരിത്രം പഠിക്കുമ്പോൾ അവരുടെ കൂട്ടുകാരൻ അല്ലെങ്കിൽ അവരുടെ കൂട്ടുകാരി ഏതെങ്കിലും ഒരു വിശുദ്ധരോ വിശുദ്ധയാണ്, സ്വർഗീയ മധ്യസ്ഥരാണ് അവരുടെ ഫ്രണ്ട്സ്. അപ്പോൾ അവരെ പോലെ ആയിത്തീരുകയാണ്, അവരെ പോലെയാണ് ചിന്തിക്കുന്നത്, അവരെ പോലെ ധ്യാനിക്കുകയാണ്, അവരെ പോലെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുക. നിന്റെ സുഹൃത്ത് ആരാണെന്ന് നീ പറയുകയാണെങ്കിൽ നിന്റെ ഭാവി നീ ആരായിത്തീരും ഭാവിയിൽ എന്ന് പറയാൻ പറ്റും. അതിന് വേറെ പ്രവചനത്തിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല, പ്രത്യേകിച്ച് വരങ്ങളുടെ ഒന്നും ആവശ്യമില്ല. നിന്റെ സുഹൃത്ത്, നീ ആരോടാണ് കൂടുതൽ അടുപ്പം കാണിക്കുന്നതെന്ന് നീ പറഞ്ഞാൽ മതി. ഭാവിയിൽ നിനക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് പറയാൻ പറ്റുമേ. വീണ്ടും തിരിച്ചു വരിക. അതായത് പരിശുദ്ധ അമ്മ, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിൽ ആവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ അമ്മ തന്നെ ദൈവകരങ്ങളിൽ വിട്ടുകൊടുത്ത് ദൈവത്തിന് സമർപ്പിച്ചു. അവൾ ദൈവത്തിൻ്റെ അടിമയായി തീരുകയാണ്, ഈശ്വര സ്വന്തമായി തീരുകയാണ്, ദാസിയായി തീരുകയാണ്. ആ നിമിഷം അത് അവൾ സ്വതന്ത്രയാ. കാരണം എന്താ? അവളുടെ കാര്യം ദൈവം നോക്കിക്കൊള്ളും, ദൈവത്തിൻ്റെ ഇടപെടലുണ്ട് അവളുടെ കാര്യത്തിൽ.
അതുകൊണ്ടാണ് പറയുന്നത്, ആ ദിവസങ്ങൾ ലുക്ക 1:39 മുതൽ, ആ ദിവസങ്ങളിൽ മറിയം യൂദയായിലെ മലം പ്രദേശത്തുള്ളൊരു പട്ടണത്തിലേക്ക് തുടക്കത്തിൽ യാത്ര പുറപ്പെട്ടു. അവൾ സക്കറിയായുടെ വീട്ടിൽ പ്രവേശിച്ച് എലിസബത്തിനെ അഭിവാദനം ചെയ്തു. കൊണ്ടോ അങ്ങോട്ട് അഭിവാദനം ചെയ്യുകയാണ്. ഷാലോം എന്ന് പറയുകയാണ്. അഭിവാദനം എന്ന് അന്നത്തെ യഹൂദർ ഉപയോഗിക്കുന്നത് ഷാലോം എന്നാണ് പറയുന്നത്, സമാധാനം എന്നാണ് പറയുന്നത്. അങ്ങനെ അവൾ എലിസബത്തിനെ അഭിവാദനം ചെയ്യുക. മറിയത്തിൻ്റെ അഭിവാദനം കേട്ടപ്പോൾ എലിസബത്തിൻ്റെ ഉദരത്തിൽ ശിശു കുതിച്ചു. കണ്ട സന്തോഷം. അതാണ് ദൈവത്തിന് ശരിക്കും ജീവിതം സമർപ്പിച്ചവർക്ക് മാത്രമേ ആനന്ദം ഉണ്ടാകുള്ളൂ. മുഖത്തിന് ആനന്ദം, സംസാരിക്കുന്നിടത്ത് ആനന്ദം, പോകുന്നിടത്ത് ആനന്ദം, അവരെ കൊടുക്കുന്നതെല്ലാം ആനന്ദമാണ്, സന്തോഷമാണ്. എലിസബത്തിന് അഭിവാദനം ചെയ്യുമ്പോൾ എലിസബത്തിൻ്റെ ഉള്ളിൽ കഴിയുന്ന കുഞ്ഞിന് പോലും ആനന്ദമുണ്ടാകുക. അപ്പം അതാണ് ചില കുടുംബത്തിൽ അപ്പൻ അമ്മ വരുമ്പോൾ ആ കുടുംബത്തിലുള്ളവർക്ക് ആനന്ദമുണ്ടാകണം. കാരണം പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവർ വിട്ടോട്ട് വരുമ്പോൾ ഒരു ആനന്ദമുണ്ടാകണം. അതോ ദുഃഖവും നിരാശയും ബഹളമാണെങ്കിൽ ആ വീടിനെ, ആ വ്യക്തിയെ നയിക്കുന്ന ഒരു പൈശാചിക അരൂപിയാ. പണമുണ്ടെന്ന് പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല, മുഴുത്ത് വീടുണ്ടെന്ന് പറഞ്ഞിട്ടും ഒരു കാര്യമില്ല, ജോലി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ബിസിനസ്സിൻ്റെ MD ആണെന്ന് പറഞ്ഞിട്ടോ ഡയറക്ടറാന്ന് പറഞ്ഞിട്ടോ ഒരു കാര്യമില്ല. ഞാൻ പറയാം ഡൊമിനിക്, ഞാൻ ധ്യാനഗുരുവാന്ന് പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. ആഫ്റ്റർ ഓൾ നമ്മൾ നിറഞ്ഞു നിൽക്കേണ്ടത് ഒരു ആനന്ദമാണ്. ഈ ആനന്ദത്തിൻ്റെ കാരണം ഞാൻ ആർക്കാണ് എന്നെ തന്നെ അടിമ വെച്ചിരിക്കുന്നത്, അതാണ് ആനന്ദത്തിൻ്റെ കാരണം. അത് ദൈവത്തിനും പരിശുദ്ധാത്മാവിനും ഞാൻ അടിമയാണ് വെച്ചിരിക്കുന്നെങ്കിൽ ഏത് സമയവും നമുക്ക് ആനന്ദമായിരിക്കും. അല്ലെങ്കിൽ നമുക്ക് എല്ലായ്പ്പോഴും ആനന്ദിക്കാൻ പറ്റത്തില്ല, ഒരിക്കലും പറ്റില്ല. അതാണ് നമ്മൾ കണ്ടുമുട്ടുന്നത്. അപ്പസ്തോല പ്രവർത്തനത്തിൻ്റെ 16:25 മുതൽ വചനം വായിക്കുമ്പോൾ അർദ്ധരാത്രിയായപ്പോൾ പൗലോസ് സീലാസും അവർ തടവറയിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് കഴിയുന്നതിൻ്റെ കാരണം അവർക്ക് ആനന്ദം. കാരണം അവർ ദൈവത്തിനാണ് ജീവിതം അടിമ വെച്ചിരിക്കുന്നത്, വേറെ ആർക്കുമല്ല അടിമ വെച്ചിരിക്കുന്നത്. ദൈവത്തിന് അടിമ വെച്ചിരിക്കുന്നവർക്ക് എപ്പോഴും ആനന്ദമേ ഉള്ളൂ. ദുഃഖം കയറി പിടിക്കുന്നില്ല, നിരാശ കയറി പിടിക്കുന്നില്ല. ആണ് ചിലപ്പോൾ പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞു, ജോലി സ്ഥലത്ത് എന്തൊരു പ്രശ്നമുണ്ടായി, ബിസിനസ് ഇച്ചിരി ഫ്ലോപ്പ് ഉണ്ടായി, ജോലി പോയി, അല്ല ജീവിത പങ്കാളിയുടെ പ്രശ്നം വരും, പെട്ടെന്ന് പ്രശ്നം. ഇത് മുഴുവൻ പ്രശ്നമാണല്ലോ, കാരണം മൊത്തം പ്രോബ്ലമാണ്. ചിലവരുടെ ജീവിതം തുടക്കം മുതൽ ഒടുക്കം വരെ പ്രശ്നങ്ങൾ. കാരണം അവർ തന്നെ ഒരു പ്രശ്നക്കാരാണ്. കാരണം മറ്റൊന്നുമല്ല, പരിശുദ്ധാത്മാവിന് അടിമ വെച്ചിട്ടില്ല. അവരുടെ ബുദ്ധിയെയോ അവർ ചിന്തകളെയോ അവരുടെ അഹങ്കാരത്തിൻ്റെ മട്ടുപ്പാവിൽ നിന്നുകൊണ്ടാണ് ലോകത്തെ മുഴുവൻ കാണുന്നത്. ലോകത്തെ മുഴുവൻ കാണുന്നത് അഹങ്കാരത്തിൻ്റെ മുകളിൽ കയറുന്നുകൊണ്ടാണ്. ജെറമ്യ 50:31 കാലമാണിത്. അഹങ്കാരി, ഞാൻ നിനക്കെതിരാണെന്ന് സൈന്യങ്ങൾ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. അഹങ്കരിക്കുന്നവൻ കാൽ തട്ടി വീഴും, അവനെ എഴുന്നേൽപ്പിക്കാൻ ആരും ഉണ്ടാകില്ല. അവൻ നഗരത്തിന് അവൻ്റെ ഭവനത്തിന് ഞാൻ തീ വെക്കും, ആ ചുറ്റുമുള്ളവയെ വിഴുങ്ങിക്കളയും. പല കുടുംബങ്ങളും എന്ന പ്രശ്നത്തിന് മുഴുവൻ ദൈവത്തിന് അടിമ വെച്ചു. അവിടെ വചനമൊന്നുമില്ല, 10 പ്രമാണത്തിനും അടിമകളൊന്നുമില്ല, ഈശോയ്ക്ക് വിട്ടുകൊടുത്തിട്ടില്ല. അപ്പോൾ ഇവിടെ പരിശുദ്ധ അമ്മയുടെ ആനന്ദം, അവളുടെ ആഹ്ലാദം. അവൾ പോയിട്ട് എലിസബത്തിനെ അഭിവാദനം ചെയ്യുമ്പോൾ എലിസബത്തിൻ്റെ ഉദരത്തിൽ കിടന്ന യോഹന്നാനും ആനന്ദമുണ്ടാകാൻ കാരണം അവൾ ദൈവത്തിന് അടിമ വെച്ചിരിക്കും. ദൈവത്തിൻ്റെ ദാസി എന്ന് പറയാനുള്ള ആ വാക്ക് ഉപയോഗിക്കാനുള്ള യോഗ്യതയുള്ളവൾ അവൾ മാത്രമാണ്. പലരും പറയണം ഞാൻ ദൈവദാസനാണ്, ദൈവദാസിയാണ്, വെറുതെ ആകുക. പക്ഷേ വെറുതെ ആൾക്കൊക്കെ പൈസ കൊടുത്ത് കിട്ടുന്ന പരിപാടിയാണ്. അതിനുവേണ്ടി കുറേ പേര് കൂട്ടത്തിലും കൂട്ടും, ഞാൻ ദൈവദാസിയാണ്. അങ്ങനെയൊന്നും ദാസനോ ദാസിയല്ല. നിൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ വഴികളോടും നോക്കണം. പ്രഭാതം മുതൽ പ്രദോഷം വരെയുള്ള നിൻ്റെ വാക്ക്, വ്യാപാരങ്ങൾ, രഹസ്യ ജീവിതം. നമ്മൾ ആരുടെ പരസ്യ ദൈവം നോക്കി ആരും നമ്മൾ വ്യാഖ്യാനിച്ചേക്കരുത്. ഇന്ന് പരസ്യം എല്ലാം മനോഹര, രഹസ്യമാണ് കുഴപ്പം മൊത്തം. ഇന്ന് രഹസ്യങ്ങളാണ്, പരസ്യമെല്ലാം രസമുള്ള പരസ്യങ്ങളാണ്. കണ്ടു കഴിഞ്ഞാൽ മുഴുവൻ ശരിയാണെന്ന് തോന്നും. അകത്തോട്ട് കയറുമ്പോൾ വേറെ നരകമാണ് അതിനകത്ത്. ചില വീടിൻ്റെ പുറമേ നോക്കി കഴിഞ്ഞാൽ ഇതൊരു സ്വർഗം പോലത്തെ വീട്, അകത്തോട്ട് കയറിയാലോ നരകം പോലത്തെ. അവിടെ ഉള്ളവനോട് ചോദിച്ചാൽ മതി, അവിടെയുള്ള അപ്പനോടോ അമ്മയോടോ മകനോടോ മകളോടോ അമ്മായിപ്പനോ അമ്മായിമ്മയോടോ മരുമകളോടോ ചോദിച്ചാൽ മതി, അത് നരകമാണെന്ന് പറയുവേ. കാരണം അവിടെ ദൈവത്തിന് സമർപ്പിച്ചിട്ടില്ല. കാര്യം ക്രിസ്ത്യാനികളാണ്. മാമോദീസ സ്വീകരിക്കുമ്പോൾ എൻ്റെ തലയിൽ വെള്ളം വീണു, പരിശുദ്ധാത്മാവിൻ്റെ മേൽ നിറഞ്ഞു. ശരിയാണ്, ആ നിമിഷം ഞാൻ അടിമയാകണം, പരിശുദ്ധാത്മാവിനെ അടിമയാക്കണം. അതാണ് റോമലേഖനത്തിൻ്റെ 6-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വചനം. ഞാനിപ്പോൾ ക്രിസ്തുവിന് അടിമയാകണം, ക്രിസ്തുവിൻ്റെ അടിമയായിത്തീരണം. പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ അടിമയായിട്ട് നിൽക്കുക. അതുകൊണ്ടാണ് നമുക്ക് ആനന്ദം, ഫ്രീഡമുള്ളത്. ഫ്രീഡത്തിന് വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട യുവതി യുവാക്കൾ, നിൻ്റെ സുഹൃത്തിൻ്റെ അടിമയാണ് നിന്ന്. അവൻ നിനക്ക് ഫ്രീഡം തരില്ല. ഉള്ള ഫ്രീഡം കൂടെ പോയത് ചില ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായ പിന്നെയാണ്. ചില സൗഹൃദങ്ങൾ ഉള്ള ഫ്രീഡം പോലും പോയി. നല്ല ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിൽ ഉണ്ടല്ലോ, അവിടെ ഫ്രീഡം ഉണ്ട്. കാരണം ഭാര്യയ്ക്ക് ഭർത്താവിനെ സംശയിക്കേണ്ട ആവശ്യമില്ല. കാരണം അവൾ ദൈവത്തിന് സമർപ്പിക്കപ്പെട്ടവളാണ്.
ദൈവത്തിനാണ് ജീവിതം കൊടുക്കുന്നത്. ഭർത്താവിന് ഭാര്യ സംസാരിക്കുന്നില്ല, അവൾ ദൈവത്തിന്. എവിടെയെല്ലാം പ്രശ്നമുണ്ട് അവരെല്ലാം ആരുടെയൊക്കെയോ ഏതെങ്കിലും വ്യക്തികളുടെയോ ആളുകളുടെയോ ഒക്കെ അടിമകളാണ്. നമ്മൾ അടിമകളാകാണ്ട് ദൈവത്തിൻ്റെ അടിമകളായിട്ട് മാറണം. ഈ അടിമത്വം ദൈവത്തിന് അടിമ, ദൈവവചനത്തിന് അടിമം, പരിശുദ്ധാത്മാവിന് അടിമയാകണം, ദൈവസ്നേഹത്തിന് അടിമയാകണം. അപ്പം അങ്ങനെ അടിമയായി ജീവിക്കുമ്പോൾ അവിടെയാണ് നമുക്ക് അഭിഷേകം ഉണ്ടാകുന്നത്, ആനന്ദമുണ്ടാകുന്നത്, ഉയർച്ചയുണ്ടാകും, വളർച്ചയുണ്ടാകുന്നത്. അപ്പോൾ ഇവിടെ വീണ്ടും ഞാൻ വചനം വായിക്കുകയാണേ. അത് ലൂക്കാ സുവിശേഷത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 39 മുതൽ. ആ ദിവസങ്ങളിൽ മറിയം യൂദയായിലെ മലമ്പ്രദേശത്തുള്ളൊരു പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു. അവൾ സഖറിയായുടെ വീട്ടിൽ പ്രവേശിച്ച് എലിസബത്തിനെ അഭിവാദനം ചെയ്തു. മറിയത്തിൻ്റെ അഭിവാദനം കേട്ടപ്പോൾ എലിസബത്തിൻ്റെ ഉദരത്തിൽ ശിശു കുതിച്ച് ചാടി. ഭയങ്കര സന്തോഷമാണ്. പരിശുദ്ധാത്മാവും കുതിച്ച് ചാടിയെന്ന് എന്തൊരു സംഭവമായിരിക്കില്ലേ. അതിനെക്കുറിച്ചല്ല, അതാണൊരു ആനന്ദം, ആഹ്ലാദം. അത് വേറെ ബന്ധങ്ങളും സൗഹൃദങ്ങളും അന്ന് പഴയ വീടുകളിലൊക്കെ ആനന്ദം ഉണ്ടായിരുന്നു. കാരണം അവർക്ക് വേറെ ബന്ധനങ്ങളൊന്നുമില്ലല്ലോ. അവരുടെ ഉള്ളിൽ പ്രാർത്ഥനയും സ്നേഹവും, അപ്പനും അമ്മയും മക്കളൊക്കെ ഒരുമിച്ച് കടന്നും പാട്ടുപാടിയും ചിരിച്ചു കളിച്ചും ഭക്ഷണം കഴിച്ചും എന്തൊരു ആനന്ദമോടെ. കാരണം അവർ കള്ളത്തരങ്ങളില്ല. ഒരാളെങ്കിലും കള്ളത്തരം തുടങ്ങുമ്പോഴാണ് വാതിലടച്ചകത്ത് കയറിയിരിക്കുക, അവനെ എഴുന്നേൽപ്പിക്കുക. ഇനി എന്തൊക്കെ വെടിവെച്ചാലാ പ്രശ്നം, എന്തൊക്കെ പ്രശ്നം വീട്ടിൽ. ഓരോരുത്തർക്കും ഓരോ താല്പര്യമാണ്. കാരണം ഇവളോ ഒന്നെങ്കിൽ ഇൻ്റർനെറ്റിന് അടിമ, അല്ല വാട്സപ്പിന് അടിമ, അല്ല ഗെയിമിന് അടിമ, അല്ല ചില പഠനങ്ങൾക്ക് അടിമ, ചില സുഹൃത്തിന് അടിമ, ചില പ്രൊഫസർമാർക്ക്, ചില സയൻസിന്, ചില ഫിസിക്സിന്, കെമിസ്ട്രിക്ക്, ബയോളജിക്കൊക്കെ ഭയങ്കര അടിമയാണത്. ചിലർ സഭാവിരുദ്ധർ. അവൻ്റെ 24 മണിക്കൂർ എങ്ങനെ ഒരു അച്ഛനെ ഒരു മെത്രാനെ നശിപ്പിക്കണം. അതാണ് രാത്രിയും പകലും അവന് കുത്തിയിരുന്ന് ആലോചിച്ച് അവൻ തീർന്നു പോകും. സഭയ്ക്ക് ഒരു കുഴപ്പവും വരുന്നില്ല. ഇവൻ ഇവിടുന്ന് വെടിവെച്ചിട്ടും അവിടുന്ന് വെച്ചിട്ടും സഭ മുന്നോട്ട് തന്നെ പോകും. ഇതെന്തൊരു സംഭവം. അവനവർക്ക് അതിൻ്റെ അടുത്ത ബോംബാവും കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുക. പ്രശ്നമാണ്. അതിൻ്റെ കാരണം ഇതാണ്, ഇവന് അടിമയാണ്. ഏതോ ഒരു അടിമ, പകയുടെയോ വെറുപ്പിൻ്റെയോ ദുരാശയുടെയോ അഹന്തയുടെയോ. അഹന്ത ഒന്നുമില്ലാത്തവനുണ്ടാകുന്നൊരു സാധനമാണ് അഹന്ത. വെറുതെ പുറംപൂച്ചാണ്. ആ പുറംപൂച്ചിലുണ്ടെന്ന് അഹന്ത എന്ന സംഭവമാണ്. അപ്പോൾ ആ അഹന്തയിൽ നിന്നുണ്ടുള്ള നോട്ടമാണ്. അപ്പോൾ അത് ബന്ധനമാണ്. അപ്പോൾ ഇവിടെ പരിശുദ്ധ അമ്മ ഫ്രീ ആണ്. അമ്മ ദൈവത്തിന് തന്നെ സമർപ്പിച്ചു. അവൾക്ക് ഒന്നും പേടിയില്ല. യേശുപിതാവ് തെറ്റിദ്ധരിച്ചോ, എനിക്കറിയേണ്ട കാര്യം. കാരണം ഞാൻ ശരിയാണെങ്കിൽ എൻ്റെ മനസാക്ഷിയിൽ ഞാൻ ദൈവത്തിന് നിരക്കാത്തൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ അതിൻ്റെ ബാക്കി ദൈവം നോക്കിക്കൊള്ളും. അല്ലാതെ എനിക്കതിനകത്ത് ആകുലപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ ദൈവത്തിന് അടിമയാണ്. അപ്പോൾ ദൈവം പറയുന്ന വഴി നല്ല സഹനമാണോ, അപമാനമാണോ, നിന്ദനമാണോ, ഒറ്റപ്പെടലാണോ, ആമേൻ എന്ന് പറയുകയാണ് അവള്. ഇതാണ് യഥാർത്ഥ കുടുംബജീവിതം. ഈ കുടുംബങ്ങളിൽ നിന്ന് വരുന്ന പ്രശ്നം ഇതാണ്. അവൾ പല പ്രശ്നങ്ങൾ കാരണം ഒന്നെങ്കിലും അപ്പൻ മദ്യത്തിന് അടിമയാണ്, പുകവലിക്ക് അടിമയാണ്, മയക്കുമരുന്ന് അടിമയാണ്, ഏതെങ്കിലും അടിമത്വം. അമ്മ എന്തിനാണ്? ചിലപ്പോൾ കുറ്റം പറച്ചിൽ അടിമയാണ്. ചിലർ ഭയങ്കര അടിമകളാണ്. കുറ്റം പറച്ച് 24 മണിക്കൂറും കുറ്റം പറച്ച്. ചിലരുണ്ട് വാട്സപ്പിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുക, അതിനിങ്ങനെ അയച്ചുകൊണ്ടിരിക്കുക. അവൻ അടിമയായി. ഇതൊക്കെ ശരി. ഇവന് സ്വസ്ഥത കിട്ടണമെങ്കിൽ ഇത് വേണം, ഉറക്കം പറ്റണമെങ്കിൽ ഇത് വേണം. കുറച്ച് നാൾ മുമ്പ് ഒരു അമ്മ പറയും, എൻ്റെ അച്ഛൻ എന്തിച്ച് പ്രാർത്ഥിക്കണം, എൻ്റെ കൊച്ചിന് അവൻ്റെ കൊച്ചിനുണ്ട് 5 വയസ്സ് പ്രായമുള്ളൂ. ഇവന് ഭയങ്കര പ്രശ്നം വന്നിരിക്കും. അവന് വീട്ടിലെ ഈ അടുക്കളയിലുള്ളൊരു കത്തി, ഈ കത്തി അവനെപ്പോഴും വേണം. ആ കത്തി കിട്ടിയില്ലേ പ്രശ്നം, അത് അല്ലെങ്കിൽ മുറിച്ച്. ഇവർക്കെല്ലാം പേടിയും വല്ലയിടത്തും കൊണ്ട് വല്ല പ്രശ്നം ഉണ്ടാക്കുമെന്ന് പേടിച്ചിട്ട് ഇവൻ്റെ കൂട് നടക്കുക. അപ്പോൾ ഇവൻ പറയും വൈകിട്ടും കിടക്കണമെങ്കിൽ ഈ കത്തി കൊണ്ട് ഇവൻ്റെ തലയുടെ അടുത്ത് വെക്കണം, രാവിലെ എഴുന്നേൽക്കുമ്പോൾ കത്തി എടുത്ത് കാണിക്കണം. എൻ്റെ ഒരു അവസ്ഥ. അവനത് ശരിയാണ്. അപ്പനമ്മയ്ക്ക് ഉറക്കമില്ല. കാരണം ഈ കൊച്ചു വല്ല രാത്രിയിലും കാണിച്ച് എന്തെങ്കിലും പണിയാവും, പ്രശ്നമാവില്ല. എന്നെ വിളിച്ചു, അച്ഛ ഒന്ന് ബന്ധിച്ച് പ്രാർത്ഥിക്കണം. അപ്പം അങ്ങനെ ഞാൻ ഈ കത്തി മാറ്റാൻ വേണ്ടി ബന്ധിച്ച് പ്രാർത്ഥിക്കണം. അപ്പോൾ അവ കത്തി മാറ്റി. അപ്പോൾ അവനെ അടുത്ത സാധനം കയറി പിടിച്ചു. അപ്പോൾ എൻ്റെ അച്ഛൻ ഇപ്പം വേറെ പരിപാടി തുടങ്ങിയിട്ടുണ്ട്, അച്ഛൻ എന്തെങ്കിലും ചെയ്യണം, പ്രാർത്ഥിക്കണം. അപ്പം ഞാൻ അടുത്ത പ്രാർത്ഥന. അപ്പം ഇതിന് കാരണം ഇതാണ്, അടിമയായി. ഇതുപോലെയാ ചിലപ്പോൾ അവനെ ഉപദ്രവിക്കുന്ന പലതും അവന് ശരിയാണെന്നുള്ള ചിന്തയാണത് പലപ്പോഴേ. എന്താണ് ഈ തലമുറയുടെ ഏറ്റവും വലിയ ദുരന്തത? അവനെ നശിപ്പിക്കുന്നത് എടുത്ത് അവൻ കൈപിടിച്ചിരിക്കുക. കഴിഞ്ഞ ദിവസം ഒരു കുട്ടി, എനിക്കത് വിഷമമുണ്ട് പറയാൻ. അമ്മ പറയായിരുന്നു, ഒരു വലിയൊരു സ്ഥാനത്തുള്ള ഒരാളാണ്, വലിയൊരാളാണ്, കേരളത്തിലേക്ക് ഒരു പ്രമുഖ ആൾ. ഒരു കൊച്ച് 7 വയസ്സേ ഉള്ളൂ, വിഷം എടുത്ത് കഴിച്ചു. ആശുപത്രി കൊണ്ടുപോയി. കൊച്ചിങ്ങനെ പറയപ്പോഴും എനിക്ക് ചാകണം. ഇതൊക്കെ പ്രശ്നം വെച്ചാൽ ഒറ്റക്കാരനുള്ളൂ. വീട്ടിൽ അമ്മയും അപ്പനും തമ്മിൽ ഗുസ്തിയാണ്. അപ്പന് വേറെ എന്തുണ്ട്. അമ്മ ഇങ്ങനെ ജോലിയൊക്കെ കഷ്ടപ്പെടും, പക്ഷേ മുഴുവൻ അസ്വസ്ഥതയുടെ കുടുംബം. ആ കുട്ടിക്ക് ഇനി ജീവിക്കണം. അതുകൊണ്ട് പിശാചികരം മുഴുവൻ അപ്പൻ്റെ അടിമത്തം കൊച്ചിനെ ബാധിച്ചു. എൻ്റെ മാതാപിതാക്കളെ ഞാൻ എന്നും പറയാറുണ്ട്, ജീവിത വിശുദ്ധിയിൽ നിന്നുകൊണ്ട് വേണം മക്കളെ ജനിപ്പിക്കാനും വളർത്താനും.
ചുമ്മാ അങ്ങ് നമ്മൾ സൃഷ്ടികർമ്മം കൊണ്ട് കഴിവുണ്ടെന്ന് വെച്ചുകൊണ്ട് എന്തോ ആകരുത്. അതിലുള്ള വിശുദ്ധിയും ആ കുഞ്ഞുങ്ങൾക്ക് നല്ല മാതൃക, സന്മാതൃകളും. ഇന്ന് പത്രമാധ്യമങ്ങളും പലയിടത്തും വരുന്ന സംഭവങ്ങളൊക്കെ അതൊക്കെ കണ്ട് മക്കളെ വളർത്തിയ നാളെ നീ ദൈവസന്നദ്ധി കണക്ക് കൊടുക്കേണ്ട വരും. നിൻ്റെ കുഞ്ഞിനെ ദൈവത്തിനും ദൈവത്തിൻ്റെ വഴികളിലൂടെ തന്നെ വളർത്തണം. ദൈവത്തിൻ്റെ കുഞ്ഞാണ്, നിൻ്റെ കുഞ്ഞൊന്നുമല്ല. അതാണ് ചില കുഞ്ഞുങ്ങളൊക്കെ പെട്ടെന്ന് ദൈവം കൊണ്ടുപോകും. ചിലപ്പോഴൊക്കെ കുഞ്ഞുങ്ങളൊക്കെ മരിച്ചു പോകുന്ന കാരണം ഞാൻ ദൈവത്തിന് നന്ദി, ആ കുഞ്ഞെന്തോ വലിയ മാരകഭാവത്ത് വീഴാതിരിക്കാൻ വേണ്ടി ഉടനെ തമ്പുരാൻ നേരത്തെ കൊച്ചിനെ കൂട്ടിക്കൊണ്ടുപോയതാണ്. അല്ലെങ്കിൽ പിന്നീട് ചിലപ്പോൾ ഈ കുടുംബത്തിൽ വേറെ തിന്മ വന്നാൽ കൊച്ചു ചിലപ്പോൾ തീർന്നു പോയെന്ന് വരും. ചിലപ്പോൾ എന്തെങ്കിലും കാരണം കൊണ്ട് ഞാൻ ഈ പറഞ്ഞതൊക്കെ ചിലപ്പോൾ വിഷമമുണ്ടാകും. പക്ഷേ ഒരു കാര്യം ഇതാണ്, എനിക്ക് ഉറപ്പിച്ച് പറയുകയാണ്, ഈ തലമുറ ഇങ്ങനൊരു പ്രശ്നമുണ്ട്, ബന്ധനത്തിൽ കഴിയുക. അതാണ് ബന്ധനം. ഇപ്പം ഞാൻ വീണ്ടും തിരിച്ചു വരും. പരിശുദ്ധ അമ്മ ആനന്ദത്തിൻ്റെ അമ്മ, ആഹ്ലാദത്തിൻ്റെ അമ്മ, ദൈവകൃപയുടെ അമ്മ ഫ്രീ ആകണം. കാരണം ദൈവത്തിന് അടിമയാകണം. വീട്ടിൽ പ്രാർത്ഥനയുടെ വീടാകണം, സ്നേഹത്തിൻ്റെ വീടാകണം, ക്ഷമയുടെ വീടാകണം, വിശുദ്ധിയുടെ വീടാകണം, ദൈവാനുഭവത്തിൻ്റെ വീടുകളായിട്ട് മാറണം, പരിശുദ്ധാത്മാവിൻ്റെ ഭവനങ്ങളായിട്ട് മാറണം, ദൈവസ്നേഹത്തിൻ്റെ വീടായിട്ട് മാറണം. എങ്കിലും അവിടെ അനുഗ്രഹമായിട്ട് മാറുവേ, അഭിഷേകമായിട്ട് മാറുവേ. അല്ല വേറൊന്നും നമ്മൾ ചിന്തിക്കരുത്. നമ്മുടെ വീടുകൾ സ്വർഗതുല്യമായ ദൈവകൃപയുടെ അനുഗ്രഹത്തിൻ്റെ ഭവനങ്ങളായിട്ട് മാറിയെങ്കിൽ മാത്രമേ മാറുള്ളൂ. അവിടെ ഈശോയ്ക്ക് വിട്ടുകൊടുക്കുക, പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുക. പരിശുദ്ധ അമ്മ വീണ്ടും ഞാൻ വചനം പറയുകയാണ്. അവിടെ ലൂക്കാ സുവിശേഷം 1:46 മുതൽ മറിയം പറഞ്ഞു, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദം. കണ്ടോ, ഇവള് എലിസബത്തിൻ്റെ വീട്ടിൽ ചെന്നിട്ട് സ്തോത്രഗീതം ആലപിക്കുക. ഈ സ്തോത്രഗീതം എന്നത് ഒരുവൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമാണത്. ആ സ്തോത്രഗീതം പറയണമെങ്കിൽ, ആത്മാർത്ഥമായിട്ട് പറയണമെങ്കിൽ ആ വ്യക്തി ദൈവത്തിൻ്റെതായിട്ട് മാറണം. ആ വ്യക്തിയുടെ ശരീരം, മനസ്സ്, ചിന്തകള്, തീരുമാനങ്ങള് എല്ലാം ദൈവാരൂപിയാൽ നിറയപ്പെടണം. അല്ലാതൊന്നും പറയുന്ന സ്തോത്രഗീതമൊക്കെ ഒരു അതര വ്യായാമം. അവൾ ആനന്ദിക്കുക. എന്തോ ഒരു അമേസിങ് ഗ്രേസ്, എ ജോയ് ഇൻ ദ സ്പിരിറ്റ്, ആത്മാവിലുള്ള ആനന്ദം. വി കനോട്ട് എക്സ്പ്ലെയിൻ. അത് ആ ഫ്രീഡം. നമ്മുടെ കുടുംബങ്ങളിൽ ഫ്രീഡം ഇല്ല. കാരണം ഏതെങ്കിലുമൊക്കെ പാപം തൊട്ട് കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ ഫ്രീഡം പോയി. ഏതെങ്കിലും സ്വാർത്ഥത, അഹങ്കാരമുള്ളവൻ്റെ ഫ്രീഡം പോയി. ആരോടെങ്കിലും വെറുപ്പും വിദ്വേഷം ഉണ്ടെങ്കിൽ ഫ്രീഡം പോയി. അപ്പനോടും അമ്മയോടൊക്കെ കുറ്റം പറയുന്നതിന് ഫ്രീഡം പോയി. സഭയോട് കുറ്റം, സഭയ്ക്കെതിരെ നിങ്ങൾക്ക് ഫ്രീഡം പോയി. ചിലപ്പോൾ സഭയ്ക്കെതിരെയൊക്കെ നിങ്ങൾ ചിലപ്പോൾ അച്ഛന്മാർ പോലും, സിസ്റ്റേഴ്സ്, അങ്ങനെ ആരെങ്കിലും ഉണ്ട്, ആർക്കൊരു കുർബാനയൊക്കെ ചെല്ലുമ്പോൾ ഫ്രീഡം ഇല്ലെന്നേ, ആനന്ദം ഇല്ല, ഒന്നും ചെയ്യാൻ പറ്റും. എന്തോ ഒരു പിടുത്തം. ഈ പിടുത്തമാണ് ഈ ബന്ധനം. ഒരു പിടുത്തം, ഒരു അസ്വസ്ഥത, ഒരു ഭയം, ഒരു ഉത്കണ്ഠ. ഇത് മാറാൻ നമുക്ക് ആഗ്രഹിക്കാം. തീവ്രമായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. ബന്ധനം അഴിയാനായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. ദൈവകൃപയൊഴുകാൻ പ്രാർത്ഥിക്കണം. അതുകൊണ്ട് ഇന്ന് അച്ഛന് വളരെ കാര്യം പറയാം. ഇന്ന് ഈ പ്രാർത്ഥന, ഇന്നത്തെ തുറന്ന് നമ്മൾ വലിയ ആരാധനയിലേക്ക് വരാൻ പോവുക. ഇന്നത്തെ ആരാധനയിൽ അച്ഛന് ശരിക്കും നിങ്ങൾക്ക് ഫ്രീഡം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. ലൂക്കാ 4:18 വിടുതലിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ വീട്ടിലോട്ട് ഇറങ്ങിയിട്ട് നിങ്ങളുടെ കുടുംബത്തിലൊരു ഫ്രീഡം ഉണ്ടാകട്ടെ. കുടുംബത്തെ നശിപ്പിക്കുന്ന തിന്മയുടെ ശക്തികളെല്ലാം വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകട്ടെ. കുടുംബത്തിൽ സ്നേഹത്തിൻ്റെ, പ്രാർത്ഥനയുടെ ഒരു അന്തരീക്ഷം ഉണ്ടാകട്ടെ. ഐക്യത്തിൻ്റെ, സന്തോഷത്തിൻ്റെ ഒക്കെ ആനന്ദത്തിൻ്റെ സംഭവം ഉണ്ടാകട്ടെ. അതുപോലെ തന്നെ ഇതിന് ശേഷം നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് പരിശുദ്ധ അമ്മയുടെ രൂപത്തിൻ്റെ മുമ്പിൽ തിരിതെളിച്ച് പിടിച്ച് ഈ ആരാധനയ്ക്ക് ശേഷം അച്ഛൻ പറയുന്ന ഒരു പ്രാർത്ഥന ചൊല്ലണം. ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നത് എത്രയും നീളമാതാവ് ചൊല്ലി പ്രാർത്ഥിക്കാൻ പറയും. ഇന്ന് ഞാൻ പരിശുദ്ധ രാജ്ഞി, അവിടെ ഉണ്ടല്ലോ ഈ പ്രവാസത്തിൻ്റെ നാളുകളിലൂടെ ഞങ്ങൾ പോവുകയാണ്. അപ്പം പരിശുദ്ധ രാജ്ഞി എന്നുള്ള ആ ഒരു പ്രാർത്ഥന അത് നിങ്ങൾ 12 പ്രാവശ്യം ഇന്ന് ചൊല്ലി പ്രാർത്ഥിക്കണം. നിങ്ങളുടെ നിയോഗങ്ങൾ വെച്ച് 12 പ്രാവശ്യം പരിശുദ്ധ രാജ്ഞി എന്നുള്ള പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കണം. അതിനുശേഷം നിങ്ങൾ മറിയത്തിൻ്റെ സ്തോത്രഗീതം ലൂക്കാ 1:46 മുതൽ 56 വചനങ്ങൾ അതും 12 പ്രാവശ്യം ഇന്ന് ചൊല്ലണം. ഇത് രണ്ടും ചൊല്ലി പ്രാർത്ഥിക്കുക. ദൈവകൃപ ഒഴുകട്ടെ. എന്നിട്ട് അത് അല്പനേരം അമ്മയോട് പറയുക, എൻ്റെ അമ്മേ, എൻ്റെ ആശ്രയമേ. അത് കുറേ നേരം അമ്മയോട് പറയുക. അങ്ങനെ നിൻ്റെ കുടുംബത്തെ സമർപ്പിക്കുക. ഈ സമയത്ത് നിൻ്റെ മനസ്സിൻ്റെ വിഷമങ്ങളും ദുഃഖങ്ങളും പ്രയാസങ്ങളും മുഴുവൻ പരിശുദ്ധ അമ്മയിലൂടെ ഈശോയുടെ കൈകളിലേക്ക് ചേർത്ത് വെച്ച് പ്രാർത്ഥിച്ച് അത്ഭുതം ഉണ്ടാകും. കർത്താവ് യേശു ക്രിസ്തു നാമത്തിൽ ഞാൻ പറയുന്നത്, പരിശുദ്ധ അമ്മയുടെ വീടാണ് ഈ അണക്കര മരിയൻ ധ്യാന കേന്ദ്രം. ഈ അമ്മയുടെ മധ്യസ്ഥം എന്ന് ഞാൻ പറയുകയാണ്. നീ പ്രാർത്ഥിക്കുക, ദൈവിക കൃപ ധാരാളമായിട്ട് നിനക്ക് ലഭിക്കും, സൗഖ്യം ഉണ്ടാകും. ഈശോ അനുഗ്രഹിക്കട്ടെ. വളരെ ശക്തിയോടെ, വളരെ പ്രാർത്ഥനാപൂർവ്വം, നല്ല ഉണർവോടെ നമുക്ക് ഈ ആരാധനയിൽ പങ്കെടുത്ത് വിടുതലും സൗഖ്യവും രക്ഷയും പ്രാപിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ.
ആരാധന 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 ആരാധന. എല്ലാ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലൂടെ ദിവികാരനാഥന്റെ മുമ്പിൽ വെക്കുന്നു. ദിവികാരനാഥന്റെ മുമ്പിൽ വെക്കുന്നു. അമ്മേ മാതാവേ, ഇന്ന ദിവസം ഈ മണിക്കൂർ അമ്മ മക്കളെ ഏറ്റെടുക്കണം. വിളക്കിൻ നടുവിൽ ശോഭപൂർണനായി മാറത്തു പൊൻകച്ചയണിഞ്ഞും കാണുമേശുവേ. ഏഴുവിളക്കിൻ നടുവിൽ മാറത്തു പൊൻകച്ചയണിഞ്ഞും കാണുമേശുവേ. ആദ്യനും അന്ത്യനും നീ മാത്രമേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ. ആദ്യനും അന്ത്യനും നീ മാത്രമേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ. ത്രിത്വമേ ആരാധന. മലഹമോട് ചേർന്ന് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. വിശുദ്ധരോട് ചേർന്ന് ആരാധിക്കുന്നു. സകല സൃഷ്ടപ്രപഞ്ചത്തോട് കൂടെ ചേർന്ന് ആരാധിക്കുന്നു. എല്ലാ ദൈവമക്കളോട് ചേർന്ന് ആരാധിക്കുന്നു. ഈ ആരാധനയെ പങ്കെടുക്കുന്ന കുടുംബത്തോട് ചേർന്ന് ആരാധിക്കുന്നു. ഈ ആരാധനയെ പങ്കുചേരുന്ന മകനോട് മകളോട് ചേർന്ന് ആരാധിക്കുന്നു. സകല ദൈവമക്കളോട് ചേർന്ന് ആരാധിക്കുന്നു. മരിച്ച വിശ്വാസികളോട് ചേർന്ന് ആരാധിക്കുന്നു. സ്വർഗവാസികളോട് മുഴുവൻ ചേർന്ന് ആരാധിക്കുന്നു. തിരുസഭയോട് ചേർന്ന് ആരാധിക്കുന്നു. സകല വിശുദ്ധരോട് ചേർന്ന് ആരാധിക്കുന്നു. എല്ലാ രക്തസാക്ഷികളോട് ചേർന്ന് ആരാധിക്കുന്നു. 12 അപ്പസ്തോലന്മാരോട് ചേർന്ന് ആരാധിക്കുന്നു. സ്വർഗം മുഴുവനോട് ചേർന്ന് ആരാധിക്കുന്നു. പരിശുദ്ധ അമ്മയെ, ദൈവമാതാവേ, അമ്മയുടെ തിരുനാൾ ദിനങ്ങളെ അമ്മയോടൊപ്പം ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഈശോയെ ആരാധിക്കുന്നു. ഈശോയെ ആരാധിക്കുന്നു. തിരുസഭയുടെ പ്രബോധനങ്ങളോട് ചേർന്ന് ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങളുടെ ഭക്തന്മാരോട് ചേർന്ന് ആരാധിക്കുന്നു. ഞങ്ങളുടെ വൈദികരോട് ചേർന്ന് ആരാധിക്കുന്നു. കുറവുകളെ പരിഹരിക്കുന്ന ദൈവത്തിന് മുമ്പ് ഞങ്ങൾ ആരാധന അർപ്പിക്കുന്നു. പുരുഷൻ ഞങ്ങൾക്ക് വേണ്ടി രക്തം ചിന്തി മരിച്ചവനായ 3-ാം നാൾ ഉത്ഥാനം ചെയ്ത് സ്വർഗപിതാവിന്റെ വലതുവശത്ത് ഉപവിഷ്ടനായിരിക്കുന്ന പുത്രൻ തമ്പുരാനെ ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി പാട് പീഡകളേറ്റ് രക്തം ചിന്തി മരിച്ച ഈശോയെ ഞങ്ങൾ ആരാധിക്കുന്നു. ഇന്ന് തിരുസഭയിൽ പരിശുദ്ധ കുർബാനയിലൂടെ ഞങ്ങളുടെ അടുക്കിലേക്ക് വരുന്ന
കുടുംബം തന്നതിനെ ഓർത്ത് നന്ദി പറഞ്ഞ് ആരാധിക്കുന്നു. ഞങ്ങൾ മാതാപിതാക്കളെ തന്നതിന് ആരാധിക്കുന്നു, മക്കളെ തന്നതിന് ആരാധിക്കുന്നു, സഹോദരങ്ങളെ തന്നതിന് ആരാധിക്കുന്നു, ജീവിത പങ്കാളിയെ തന്നതിന് ആരാധിക്കുന്നു. ബുദ്ധിമുട്ടുകളും ഇതിനിടയിൽ ഞങ്ങൾക്ക് വേദനകളും സങ്കടങ്ങളും തരുന്നതിന് നന്ദി പറയുന്നു. കർത്താവിന്റെ പീഡാസനത്തിനും കുരിശുമരണത്തിനും ഉദ്ധാനത്തിനും പങ്കുവറ്റുവാൻ വേണ്ടി സഭയ്ക്ക് നൽകുന്ന എല്ലാ സഹനങ്ങളെയും ചേർത്ത് വെച്ച് ആരാധിക്കുന്നു. ഓരോ ദിനത്തെയോട് നന്ദി പറയുന്നു. എല്ലാം നന്മയ്ക്കായി മാറ്റുന്ന ദൈവത്തെ ആരാധിക്കുന്നു. എല്ലാം അനുഗ്രഹമാക്കി മാറ്റുന്ന ദൈവം നന്ദി പറയുന്നു. മുറിവുകളെ തിരുമുറിവാക്കുന്ന ദൈവത്തെ ഞങ്ങൾ ആരാധിക്കുന്നു. സഹനത്തിന്റെ പുത്രന്മാരും പുത്രികളുമായി ഞങ്ങൾ തിരഞ്ഞെടുക്കുന്നതിനോട് നന്ദി പറയുന്നു. ഈ ദുരന്തങ്ങളുടെ കാലയളവിൽ ഞങ്ങളെ സംരക്ഷിക്കുന്നതോട് നന്ദി പറയുന്നു. മഹാമാരിയുടെ നടുവിലും ഞങ്ങളെ പരിപാലിക്കുന്ന ഞങ്ങളുടെ നന്ദി പറയുന്നു. പ്രതിസന്ധികളുടെ നടുവിലും ഞങ്ങളെ കൈപിടിച്ച് നടന്ന ദൈവത്തിന് നന്ദി പറയുന്നു. എല്ലാത്തിലും ഞങ്ങൾ നന്ദി പറഞ്ഞ് ഞങ്ങൾ അങ്ങ് ആരാധിക്കുന്നു. ഞങ്ങളുടെ ദാരിദ്ര്യത്തിലും ഞങ്ങളുടെ കഷ്ടപ്പാടിൽ ഞങ്ങളെ സഹായിക്കുന്ന ദൈവത്തിന് നന്ദി പറയുന്നു. ഒറ്റപ്പെടലുകളിൽ ഞങ്ങളെ സഹായിക്കുന്ന ദൈവത്തിന് നന്ദി പറയുന്നു. കണ്ണുനീരൊപ്പുന്ന ദൈവത്തിന് നന്ദി പറയുന്നു. സഹനങ്ങൾ ഏറ്റെടുക്കുന്ന ദൈവത്തിന് നന്ദി പറയുന്നു. പ്രയാസങ്ങൾ ഏറ്റെടുക്കുന്ന ദൈവം നന്ദി പറയുന്നു. ഞങ്ങൾ രോഗങ്ങൾ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. കഷ്ടതകൾ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ദുരിതങ്ങൾ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഞങ്ങളുടെ കടബാധ്യതകൾ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ആരാധിക്കുന്നു. വിവാഹം നടക്കാത്ത ഞങ്ങളുടെ മക്കളെ സമർപ്പിച്ച് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. കുടുംബ പ്രശ്നമുള്ള കുടുംബങ്ങളെ സമർപ്പിച്ച് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഡിവോഴ്സിലൂടെ കടന്നു പോകുന്ന കുടുംബങ്ങളെ സമർപ്പിച്ച് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികളെ സമർപ്പിച്ച് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. മക്കളെ ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങളെ സമർപ്പിച്ചുകൊണ്ട് കുഞ്ഞുങ്ങളുള്ള കുടുംബങ്ങളെ സമർപ്പിച്ച് ഞങ്ങൾ ആരാധിക്കുന്നു. വഴിതെറ്റിപ്പോയ കുഞ്ഞുങ്ങളെ ഓർത്ത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന മാതാപിതാക്കളോട് ചേർന്ന് ഞങ്ങൾ അങ്ങ് ആരാധിക്കുന്നു. ജീവിതം മുഴുവൻ ഈശോയ്ക്ക് കൊടുത്തുകൊണ്ട് ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങളുടെ ശരീരവും മനസ്സും ആത്മാവും സമർപ്പിച്ച് ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങളുടെ ദുരിതങ്ങളും കഷ്ടപ്പാടുകളും സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങൾ സമർപ്പിച്ച് ആരാധിക്കുന്നു. ജീവിതം മുഴുവൻ സമർപ്പിച്ച് ആരാധിക്കുന്നു. ബന്ധനങ്ങൾ അടിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പൈശാചിക ശക്തികളെ മോചിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദുരിതങ്ങൾ ഞങ്ങളെ മോചിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിലെ അനർത്ഥങ്ങൾ മാറ്റണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പൈശാചിക പീഡകൾ അകറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു. മന്ത്രവാദ ശക്തികൾ ദൂരെ അകറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളെ തകർക്കുന്ന ദുഷ്ടാരൂപികളെ ഈ നിമിഷം ബന്ധിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ 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 ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ ലോകരക്ഷകനേശുവിനെ ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ ലോകരക്ഷകനേശുവിനെ ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ പാപമോചകനേശുവിനെ ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ പാപമോചകനേശുവിനെ ആരാധിക്കുന്നേ. സെറാഫുകൾ ആരാധിക്കും പരിശുദ്ധനെ സന്തോഷത്താൽ സ്വന്തം മക്കൾ ആരാധിച്ചിടും. സെറാഫുകൾ ആരാധിക്കും പരിശുദ്ധനെ സന്തോഷത്താൽ സ്വന്തം മക്കൾ ആരാധിച്ചിടും. ബന്ധന വഴിയും കെട്ടുകൾ അഴിയും ആരാധനയെങ്കിൽ കോട്ടകൾ തകരും ബാധകൾ ആരാധനയെങ്കിൽ. ബന്ധന വഴിയും കെട്ടുകൾ അഴിയും ആരാധനയെങ്കിൽ കോട്ടകൾ തകരും ബാധകൾ ഒഴിയും ആരാധനയെങ്കിൽ. അപ്പസ്തോലർ രാത്രികാലെ ആരാധിച്ചപ്പോൾ ചങ്ങല പൊട്ടി ബന്ധിതരെല്ലാം മോചിതരായല്ലോ. അപ്പസ്തോലർ രാത്രികാലെ ആരാധിച്ചപ്പോൾ ചങ്ങല പൊട്ടി ബന്ധിതരെല്ലാം മോചിതരായല്ലോ. രക്തം തിരുരക്തം ഞങ്ങൾ വീഴട്ടെ പാപം പാപം നീങ്ങിപ്പോകട്ടെ. രക്തം തിരുരക്തം ഞങ്ങൾ വീഴട്ടെ പാപം പാപം നീങ്ങിപ്പോകട്ടെ. രക്തം തിരുരക്തം ഞങ്ങൾ വീഴട്ടെ സത്താൻ സത്താൻ നീങ്ങിപ്പോകട്ടെ. രക്തം തിരുരക്തം ഞങ്ങൾ വീഴട്ടെ സാത്താൻ സാത്താൻ നീങ്ങിപ്പോകട്ടെ. രക്തം തിരുരക്തം ഞങ്ങൾ വീഴട്ടെ ബന്ധനം ബന്ധനം അഴിഞ്ഞു പോകട്ടെ. രക്തം തിരുരക്തം ഞങ്ങൾ വീഴട്ടെ ബന്ധനം ബന്ധനം അഴിഞ്ഞു പോകട്ടെ. രക്തം തിരുരക്തം
രക്തം ഞങ്ങൾ വീഴട്ടെ, സാത്താൻ സാത്താൻ ദൂരെ പോകട്ടെ. രക്തം തിരുരക്തം പോയവേ, സൈറ്റൻ, യേശുനാമത്തിൽ കൽപ്പിക്കുന്നു. സാത്താൻ സാത്താൻ ഒരു കുടുംബത്തിൽ നിന്ന് വിട്ടുപോകണം, ദൂരെ പോകട്ടെ എന്ന് കൽപ്പിക്കുന്നു. തിരുരക്തം സാത്താനെ ദൂരെ പോകുക. വെറുപ്പിന്റെ, പകയുടെ, അശുദ്ധിയുടെ, മ്ലേച്ഛതയുടെ, വ്യഭിചാരത്തിന്റെ, സ്വയംഭോഗത്തിന്റെ, സ്വവർഗരതികളുടെ, മദ്യപാനത്തിന്റെ, പുകവലിയുടെ, അഹങ്കാരത്തിന്റെ, അശുദ്ധിയുടെ, മന്ത്രവാദത്തിന്റെ, സാത്താനെ നീ ഇറങ്ങിപ്പോയി, കുടുംബത്തിൽ ഇറങ്ങിപ്പോ, ഓരോ വ്യക്തി ഇറങ്ങിപ്പോ. മാനസിക അസ്വസ്ഥത നൽകുന്ന നിരാശ, കുറ്റബോധം, ആൻസൈറ്റി, ഫിയർ, ദുഷ്ടാരികളെ ബന്ധിക്കുന്ന യേശുനാമത്തിൽ ബന്ധിച്ച് യേശുവിന്റെ കാൽച്ചുവട്ടിലേക്ക് പറഞ്ഞയക്കുന്നു. ഈ നിമിഷം വിട്ടുപോകണം. ഓരോ വ്യക്തിയെ പുറത്തുകൊണ്ട് കൽപ്പിക്കുന്നു. ഈ നിമിഷം പുറത്തുപോകണം. ഓരോ കുടുംബത്തെ പുറത്തുപോകണം. അന്ധകാരമാർ കൽപ്പിക്കുന്നു, കെട്ടഴിഞ്ഞു കൊണ്ട് കൽപ്പിക്കുന്നു. യേശുനാമത്തിൽ പുറത്തുപോകട്ടെ. രോഗപീഠകൾ മാറിപ്പോകട്ടെ. യേശുനാമത്തിൽ സാത്താൻ വിട്ടുപോകണം. രോഗപീഠകളെ ബന്ധിക്കുന്ന തിരുരക്തം ഞങ്ങൾ വീഴട്ടെ. സാത്താൻ സാത്താൻ തിരുസഭയ്ക്കെതിരെയുള്ള തിരുമേനി ശക്തികൾ പുറത്തുപോകട്ടെ. തിരുരക്തം കർത്താവിന്റെ ആത്മാവിനെതിരെ പോരാടുന്ന സാത്താന്റെ ശക്തികളെ യേശുനാമത്തിൽ ബന്ധിക്കുന്ന രക്തം തിരുരക്തം മദ്യപാനത്തിന്റെ, പുകവലിയുടെ, നിരാശയുടെ കുടുംബത്തെ അറിഞ്ഞു പോട്ടെ. സാത്താൻ ഒറ്റ വിളിച്ചോയേ വിളിക്കുന്നു. ഹല്ലേലൂയ, ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ, കരങ്ങൾ ഉയർത്തി എല്ലാവരും സ്തുതിക്കുന്നു. എല്ലാവരും സ്തുതിക്കുന്നു. സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ആരാധിക്കുന്നു. ഈ പരിശുദ്ധ കുർബാനയെ ആരാധിക്കുന്നു. തിരുവോസ്തിയെ ആരാധിക്കുന്നു. ജീവനോടെ ഇരിക്കുന്നു. ഈശോയെ ആരാധിക്കുന്നു. ഈശോയെ ആരാധിക്കുന്നു. പരിശുദ്ധ ഹല്ലേലൂയ, ആരാധിക്കുന്ന കുടുംബങ്ങളെ ബന്ധാടിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. തടവറയിൽ അത്ഭുതം ഉണ്ടാകട്ടെ. കുടുംബത്തെ തടവറകൾ പൊട്ടട്ടെ, ചങ്ങലകൾ പൊട്ടട്ടെ. നിരാശയുടെ, കടബാധ്യതയുടെ, രോഗപീഠങ്ങളുടെ, ജോലി തടസ്സങ്ങളുടെ, മാനസിക പ്രശ്നങ്ങളുടെ, വിവാഹ തടസ്സങ്ങളുടെ, വിവാഹ പ്രശ്നങ്ങളുടെ എല്ലാ ബന്ധനം അഴിഞ്ഞു പോകട്ടെ. ആരുടെല്ലാം ഉള്ളിലാണ് സാത്താൻ നെഗറ്റീവായിട്ടുള്ള ചിന്ത കൊടുക്കുന്നത്, ആ വ്യക്തിയുടെ സാത്താന്റെ ശക്തി യേശുക്രിസ്തു നാമത്തിൽ 1 യോഹന്നാൻ 3:8 ബന്ധിക്കുന്ന യേശുനാമത്തിൽ ബന്ധിക്കുന്ന യേശുനാമത്തിൽ ബന്ധിച്ച് യേശുവിനെ കാഴ്ചവെട്ടി പറഞ്ഞിരിക്കുന്നു. Jesus Christ, in the name of 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 Jesus Christ, by the blood 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 of Jesus Christ, by the power 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 of Jesus Christ, by the blood of Jesus Christ, by the blood of Jesus Christ, by the word of Jesus Christ, by the word of Jesus Christ. അടയാളങ്ങളും അത്ഭുതങ്ങളും യേശുവിൻ നാമം സംഭവിക്കുന്നു. ഓരോ കുടുംബം സംഭവിക്കും. സാത്താന്റെ ചങ്ങല പൊട്ടണം, പാപ ചങ്ങല പൊട്ടണം, രോഗ ചങ്ങല പൊട്ടണം, നിരാശ മാറട്ടെ, കുടുംബ സമാധാനം ഉണ്ടാകട്ടെ. പരിശുദ്ധ അമ്മ എല്ലാ കുടുംബത്തിലേക്ക് കടന്നു വരട്ടെ. അമ്മേ മാതാവേ, കാനായിലെ കല്യാണ വിരുന്നിൽ ആ കുടുംബം തകർന്നുകൊണ്ടിരിക്കുമ്പോൾ ആ കുടുംബത്തിലേക്ക് കയറി ചെന്നതുപോലെ തകർന്നുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങളിലേക്ക് അമ്മ ഇപ്പോൾ കടന്നു ചെല്ലണമേ. തകർന്നുകൊണ്ടിരിക്കുന്ന യുവാക്കളിലേക്ക് അമ്മ ചെല്ലണമേ. തകർന്നുകൊണ്ടിരിക്കുന്ന അപ്പനമ്മമാരുടെ അടുക്കലേക്ക് ചെല്ലണമേ. തകർന്നുകൊണ്ടിരിക്കുന്ന വൈദികർ സന്യസ്തരുടെ അടുക്കലേക്ക് ചെല്ലണമേ. തകർന്നുകൊണ്ടിരിക്കുന്ന
സഭയിലേക്ക് കടന്നില്ലമേ, തകർന്നുകൊണ്ടിരിക്കുന്ന ഇടവകളിലേക്ക് ഈശോമേ, കൂട്ടായ്മകളിലേക്ക് കടന്നില്ലമേ, കുടുംബങ്ങളിലേക്ക് കടന്നില്ലമേ, തകർന്നുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ വിശ്വാസത്തിന്റെ മേഖലയിൽ അമ്മ കടന്നു വരണമേ. ഒരു പുതിയൊരു അഭിഷേകം കൊടുക്കണമേ, സ്വർഗീയമായ അഭിഷേകം, തിരുസഭയുടെ അഭിഷേകം ഒടുക്കി കൊടുക്കണം പ്രാർത്ഥിക്കുന്നു. സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. രോഗശാന്തികൾ വ്യക്തമായിട്ട് പരിശുദ്ധമാവ് വെളിപ്പെടുത്തി കാണിച്ചു തരുന്നുണ്ട്. ഒരു വ്യക്തിയുടെ ലങ്സ് സംബന്ധമായ ഒരു ക്യാൻസർ കർത്താവ് തൊട്ട് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. വ്യക്തമായിട്ട് വെളിപ്പെട്ട് കിട്ടുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആരാധന, ആരാധന. സോറിയാസിന്റെ രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന, വർഷങ്ങൾ കഷ്ടപ്പെടുന്ന മക്കളെ കർത്താവ് സ്പർശിച്ച് സൗഖ്യം കൊടുക്കുന്നുണ്ട്. വെളിപ്പെട്ട് കിട്ടുന്ന ഈ സമയത്ത് കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികളെ കർത്താവ് അനുഗ്രഹിക്കുന്നത് വെളിപ്പെട്ടുകൊണ്ട് പ്രത്യേകം തോന്നുന്നു. 7 കുടുംബങ്ങളെ പ്രത്യേകം ഈശോ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. മകളുടെ പ്രേമബന്ധം ഓർത്ത് കണ്ണുനീരെടുക്കുന്ന അമ്മയുടെ നിലവിളി മാതാവിലൂടെ ഈശോ ഏറ്റെടുത്തിരിക്കുന്നു. ആ കുഞ്ഞ് തിരിച്ചു വരുമെന്ന് പരിശുദ്ധം പറയുന്നു. അനേകം മാതാപിതാക്കൾ കണ്ണുനീരിന്റെ പുത്രന്മാരും പുത്രിമാരെയും പരിശുദ്ധ അമ്മ തിരികെ കൊണ്ടുവരുന്നതായിട്ട്, ദൈവികമായ ഇടപെടൽ കൊണ്ടുവരുന്നതായിട്ട് പരിശുദ്ധ അമ്മ വെളിപ്പെടുത്തിയിട്ടുണ്ട്. വിശുദ്ധിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അനേക മക്കളെ കാണിക്കുന്നുണ്ട്. ദൈവവചനത്തിന്റെ ശക്തി, വിശുദ്ധി എന്ന പുണ്യം എല്ലാ ഹൃദയങ്ങളിലേക്ക് കൊടുക്കാൻ അമ്മയെ അനുവദിക്കുന്നു. അമ്മയുടെ മധ്യസ്ഥതയിലൂടെ വിശുദ്ധി എന്ന പുണ്യം ഉണ്ടാകുന്നു. മൊബൈൽ ഫോണിന്റെ അഡിക്ഷനിൽ നിന്ന്, ഇന്റർനെറ്റിന്റെ അഡിക്ഷനിൽ നിന്ന് ദൈവം അനേക മക്കളെ പുറത്തു കൊണ്ടുവരുന്നു. പുറത്ത് ഈശോയെ സ്നേഹിക്കുന്ന, ബൈബിൾ തുറന്നു വായിക്കുന്ന അനേക മക്കളെ കർത്താവ് കാണിച്ചിരുന്നുണ്ട്. ദൈവ സ്നേഹം ജ്വലിക്കുന്നു. അനേക ഹൃദയങ്ങളിൽ ബന്ധനങ്ങൾ പൊട്ടിച്ചേർന്നു. ദൈവ ആത്മാവ് പ്രവർത്തിക്കുന്നു. സാത്താന്റെ ശക്തി വിട്ടുപോകുന്ന തലച്ചോർ സംബന്ധമായ രോഗമുള്ള, മാരക രോഗമുള്ള, അപകടത്തിന് മുന്നിരിക്കുന്ന ഒരാളെ കർത്താവ് സ്പർശിക്കുന്നു. സൗഖ്യം കൊടുത്തുകൊണ്ട് അനുഗ്രഹിക്കുന്നു. വെളിപ്പെടുന്നു. ദൈവവിളിയോർത്ത് സങ്കടപ്പെട്ട്, ഭാവിയോർത്ത് ആകുലപ്പെട്ടിരിക്കുന്ന മക്കളെ കർത്താവ് അനുഗ്രഹിക്കുന്നു. ജീവിതത്തിൽ ഒരു തീരുമാനം എടുക്കാൻ പറ്റാതെ ആകെ വിഷമിക്കുന്ന മക്കളെ കർത്താവാണ്. കടബാധ്യത മക്കളെ കർത്താവ് കാണിച്ചിരുന്നു. പക്ഷെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് കാണാം. കർത്താവിന്റെ കരം വെളിപ്പെടുന്നുണ്ട്. തീരദേശ പ്രദേശങ്ങളുള്ളവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാൻ പരിശുദ്ധ പറയുന്നുണ്ട്. വെളിപ്പെട്ട് കിട്ടുന്നുണ്ട്. തീരദേശങ്ങൾ കഴിയുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയുന്നുണ്ട്. ദൈവിക കൃപ കൊടുക്കാൻ പറയുന്നു. കർത്താവ് നമ്മെ ആശീർവദിക്കാൻ പോവുകയാണ്. എല്ലാവരും മുട്ടുമെന്നുണ്ട് കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. Jesus, hallelujah, Ishoe, hallelujah, 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 hallelujah. Yeshua आराधना 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 Hallelujah Yeshua आराधना 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 Hallelujah Yeshua Hallelujah Yeshua आराधना Hallelujah 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 Jesus Hallelujah 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 Hallelujah, 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 hallelujah. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.